കാർഷിക സർവകലാശാലയിൽ ഉയർന്ന ഫീസ് ഈടാക്കിയതിനെ തുടർന്ന് അല്ലെങ്കിൽ അത് ഈടാക്കാനുള്ള നീക്കത്തെ തുടർന്ന് പഠനം അവസാനിപ്പിച്ച അർജുൻ എന്ന വിദ്യാർത്ഥിയെക്കുറിച്ച് നമ്മൾ 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അർജുൻ ഈ വിഷയത്തിൽ ഇനി എന്താണ് പ്രതികരിക്കാൻ പോകുന്നത്? ഈ കാര്യത്തിൽ മന്ത്രി പി പ്രസാദ് ഇടപെട്ടിരുന്നു. ഫീസ് വിഷയത്തിൽ ഇടപെട്ടിട്ട് പഠനം തുടരുന്നതിന് അർജുന് സഹായം ചെയ്തു കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ആദ്യം VS അർജുൻ്റെ പിതാവ് സത്യരാജൻ്റെ പ്രതികരണം കാണാം. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ ഫീസ് വർധനവിൻ്റെ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥിക്ക് പഠനം മുടങ്ങിയത്. കോഴിക്കോട് ഈങ്ങാപ്പുഴ സ്വദേശിയായിട്ടുള്ള അർജുന് TC വാങ്ങി പോരേണ്ടി വന്നു. ഇപ്പോൾ വിഷയത്തിൽ മന്ത്രി ഇടപെട്ടിരിക്കുന്നു. കൃഷിമന്ത്രി പി പ്രസാദാണ് വിദ്യാർത്ഥിയോട് കോളേജിൽ തിരികെ എത്തണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം അർജുൻ്റെ പിതാവ് സത്യരാജ് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് തുടർന്നുള്ള പഠനം കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ടോ? മോന് പഠിക്കണം തന്നെയാണ് താല്പര്യം. ഇനിയിപ്പോൾ അവിടെ ചെന്ന് പഠിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോളേജിൽ മാറ്റം കിട്ടുമോ എന്നുള്ളതാണ് ചോദിക്കുക. പിന്നെ ഇത്രയും വലിയ ഫീസൊന്നും അടയ്ക്കാനുള്ള കഴിവില്ല. അപ്പോൾ മന്ത്രിയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇടപെട്ട സന്തോഷമുണ്ട്. ഇത്രയും പറയാനുള്ളൂ. ഇപ്പോൾ അർജുൻ്റെ വിഷയം മാത്രമല്ല, ഒരുപാട് കുട്ടികൾക്ക് ഈ വിധത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കിഡ്നി തകരാറാണ്, കണ്ണിന് കാഴ്ചല്ല. ഞാൻ തന്നെ എങ്ങനെയോ ജീവിച്ചു പോകുക. ഇത്രയും വലിയ ഫീസൊന്നും ഞങ്ങൾ താങ്ങാനാവുന്നതല്ല. അതെനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തട്ടുകട നടത്തുകയാണല്ലേ? തട്ടുകട എടുത്ത് ജീവിക്കുകയാണ് ഇപ്പോൾ. പിന്നെ മോള് പഠിക്കുന്നുണ്ട്, മോക്കും നല്ലൊരു ഫീസ് വേണം. മൂത്ത മോള് പഠിച്ച ഫീസ് തന്നെ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ വളരെയധികം വിഷമത്തിലാണ് ജീവിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടിലാണ് കുടുംബം ഉള്ളത്. ഇത് അർജുൻ്റെ പിതാവ് നടത്തുന്ന തട്ടുകടയാണ്. ഇവിടെ നിന്നാണ് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോളേജിലെ ഫീസ് വർധന വന്നിരിക്കുന്നത്. ആ ഫീസ് താങ്ങാതിനും അപ്പുറമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് അർജുൻ അവിടുന്ന് TC വാങ്ങിപ്പോന്നിരിക്കുന്നത്. ഇനി മന്ത്രിയുടെ ഈ ഇടപെടൽ അവരെ സ്വാഗതം ചെയ്യുന്നു, സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഭാവി എന്ത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അനൂപിനൊപ്പം കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.